കാന്താര ചാപ്റ്റർ 1 കണ്ടിട്ട് വരികയാണ്. അപ്പോൾ ആ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ റിവ്യൂ, എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ സിനിമയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഋഷഭ് ഷെട്ടി ഇതിൽ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടാവും എന്ന് കുറച്ച് ആകാംക്ഷയോടെ തന്നെയാണ് സിനിമയ്ക്ക് പോയത് കേട്ടോ. കാരണം ഇതിൻ്റെ ട്രെയിലറിലൊന്നും കാര്യമായ സംഭവങ്ങൾ ഉള്ള പോലെയൊന്നും എനിക്ക് തോന്നിയില്ല. എന്തൊക്കെയോ കാണിച്ചു, പക്ഷെ എന്നാലും കാര്യമായ സംഭവങ്ങളുള്ള പോലെയൊന്നും എനിക്ക് തോന്നിയിരുന്നില്ല. അപ്പോൾ മറ്റേ സിനിമയിലാണെങ്കിൽ, ഇതിൻ്റെ ആദ്യം വന്ന സിനിമയിലാണെങ്കിൽ പുള്ളി നല്ല സംഭവങ്ങൾ, കിടിലൻ സംഭവങ്ങളൊക്കെ അതിൽ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇയാളുടെ സിനിമയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാൾ എന്തൊക്കെ ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ടാവും എന്ന ഒരു ത്രില്ലിങ്ങിൽ തന്നെയാണ് പോയത്. അപ്പോൾ സിനിമ തുടങ്ങിയിട്ട് അങ്ങനെ മുന്നോട്ട് പോകും തോറും സിനിമയിൽ കാര്യമായ ഒരു മറ്റേ സിനിമയിൽ കണ്ട, അതായത് ആദ്യം വന്ന സിനിമയിൽ കണ്ട പോലത്തെ സംഭവങ്ങൾ എനിക്ക് തോന്നുന്നില്ല. അതായത് ഋഷഭ് ഷെട്ടിയുടെ ആ ഒരു ടച്ച് ഫസ്റ്റ് വരുന്നില്ല. പകരം സൂഫ്രം സോ എന്നൊരു സിനിമ ഇറങ്ങിയിരുന്നല്ലോ, അത് കണ്ടവർക്കറിയാം. അത് ഫുള്ള് കോമഡിയാണ്, വൻ ഹിറ്റ് മൂവിയാണ്. അതിലേപോലത്തെ കോമഡിയുള്ള കുറേ ഡയലോഗും സംഭവങ്ങളും ആ സൂഫ്രം സോയിലുള്ള ആളുകൾ പോലും ഈ സിനിമയിലുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് സൂഫ്രം സോയുടെ പാർട്ട് 2 ആണെന്ന് വിചാരിച്ചു പോയി. കാരണം കുറേ കോമഡി ഉണ്ട്. കപ്പലും കൊണ്ട് സൈനികൻ അത് പരീക്ഷിക്കാൻ കടലിൻ്റെ നടുവിൽ പോയിട്ട് കപ്പൽ മുങ്ങി, അതിൻ്റെ കാരണമൊക്കെ ഇവർ പറയുമ്പോൾ ഒക്കെ ഉള്ള കോമഡി. അതേപോലെ കായ പറിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എവിടെയെങ്കിലും പിടിച്ച് വലിക്കണം, അങ്ങനത്തെയൊക്കെ കുറേ കോമഡികൾ സിനിമയിലുണ്ട്. പിന്നെ വിക്രം സിനിമയിലെ ഒരു ഹൈറ്റ് കുറഞ്ഞ ഒരാൾ വരുന്നുണ്ടല്ലോ, അയാളുടെ പേരിക്കറിയില്ല, അതേപോലത്തെ ഒരാൾ ഈ സിനിമയിലുണ്ട്. അതേപോലത്തെ കോമഡികളും പുള്ളി ചെയ്യുന്നുണ്ട്. അങ്ങേര് മാത്രമല്ല, ഇതിൽ കുറേ പേര് കോമഡിയിലൂടെയാണ് ഇടവേള വരെ സിനിമ പോകുന്നത്. പക്ഷെ അതേസമയം നല്ല VFX സിനിമയിലുണ്ട്. വലിയ പുലി വരുന്നു, പന്നികൾ, കാട്ടുകുരങ്ങുകൾ, തേനീച്ച, അതേപോലെ ആർട്ട് വർക്കൊക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ മറ്റേ മ്യൂസിക് കൊടുത്തിരിക്കുന്നത് അജിനീഷ് ലോക്നാഥാണ്. നല്ല മ്യൂസിക്കൊക്കെ ഉണ്ട്, എവിടെയൊക്കെ എന്തൊക്കെ സംഭവം വേണോ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ വാവ് വാവ് എന്നുള്ള ഒരു ഒച്ചയില്ലേ, അത് ഇടവേള വരെ കൂടുതലൊന്നുമില്ല, അവിടെ ഇടയ്ക്കേ വന്നുള്ളൂ. സിനിമ മുഴുവൻ മറ്റേ സിനിമയിൽ ആ ഒരു ഒച്ചയായിരുന്നല്ലോ, അത് അവിടെ അങ്ങനെ വന്നില്ല. അപ്പോൾ ഇടവേള വരെ സിനിമ. അതേപോലെ ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നതൊക്കെ അർജുൻ രാജാണ് ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സംഭവങ്ങൾ ആർട്ട് വർക്ക് ഇതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഇതിൻ്റെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഋഷഭ് ഷെട്ടിയുടെ തന്നെ വൈഫ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്, പ്രഗതിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ട രീതിയിലുള്ള കോസ്റ്റ്യൂംസ് അവർ ഒരുക്കിയിട്ടുണ്ട്. എന്നാലും ഋഷഭ് ഷെട്ടി ഇതിൽ ഇടവേള വരെ പുള്ളി നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആക്ഷനൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കുറേ വരുന്നുണ്ട്, ഓക്കെ. അതേപോലെ തന്നെ പുള്ളിയുടെ ആ ഒരു കഠിനാധ്വാനം ഉണ്ടല്ലോ ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള, അത് കാണുന്നുണ്ട്. പക്ഷെ ആ ടച്ച് അതുവരെ കാര്യമായിട്ട് വന്നതായിട്ട് തോന്നിയില്ല. അപ്പോൾ അതങ്ങനെ പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതിലെ വില്ലൻ ഗുൽഷൻ ദേവയ്യ, പുള്ളിയും അങ്ങനെ കുറച്ച് വില്ലനീസവും അതേപോലെ കോമഡി അങ്ങനെയൊക്കെ ആയിട്ടാണ് പോകുന്നത്. പിന്നെ ജയറാമേട്ടനുണ്ട്, പുള്ളിയും ആ എന്ന് പറഞ്ഞിട്ടുള്ള പോലത്തെ അങ്ങനത്തെ സംഭവം ഇതിലില്ല. എന്നാലും പുള്ളിക്ക് ഇതിൽ നല്ലൊരു വലിയ സ്ഥാനമുണ്ട്. ജയറാമേട്ടനെയൊക്കെ ഈ സിനിമയിൽ വിളിച്ചത് വലിയ കാര്യം തന്നെ കേട്ടോ, അത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. കാരണം ഇങ്ങനൊരു സിനിമയിൽ അതേ ഉള്ളത്. അപ്പോൾ ഇത് എങ്ങനെയായിരുന്നു ഞാൻ അവസാനം പറയാം. അങ്ങനെ ഇടവേള വരെ കോമഡിയിലൂടെ തന്നെ പോയാലും കുറേ സംഭവങ്ങളും കാണിച്ചുകൊണ്ട് അങ്ങനെ പോയി. ഇഷ്ടമാകാത്ത ഒരവസ്ഥയിലല്ല സിനിമ പോകുന്നതെങ്കിലും ഋഷഭ് ഷെട്ടിയുടെ നല്ല സംഭവങ്ങൾ എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഇടവേള കഴിഞ്ഞു, സിനിമ കയറിയിരുന്നു, അങ്ങനെ സിനിമ മുന്നോട്ട് പോവാണ്. പിന്നെ ഉണ്ട് ഓരോ സംഭവങ്ങൾ ഇങ്ങനെ വരുന്നു സിനിമയിൽ. അതിൽ ഋഷഭ് ഷെട്ടി ഒരു പ്രത്യേക നിമിഷത്തിൽ പുള്ളി അങ്ങോട്ട് ഒരു റൈസിങ് ഉണ്ട് കേട്ടോ. അത് മറ്റേ കാന്താരയിൽ പുള്ളിയുടെ ക്ലൈമാക്സിലുള്ള ആ ഒരു റൈസിങ് ഇല്ലേ, അതേപോലത്തെ ഒരു സംഭവം പുള്ളി പെട്ടെന്ന് അങ്ങോട്ട് ചെയ്തിട്ട് അതിൽ കൂടെ ആ സിനിമയിൽ VFX ഒക്കെ കൂടുതൽ ചെയ്തിട്ടില്ല, ഉണ്ട്. പക്ഷേ ഇതിൽ ആക്ഷനിലും ഭയങ്കര VFX ഒക്കെ കൊടുത്തുകൊണ്ടാണ് പുള്ളി ആ ഒരു സീന് ചെയ്തത്. അത് കണ്ടപ്പോൾ തന്നെ ഓക്കെ, ഋഷഭ് ഷെട്ടി വീണ്ടും റൈസായി, വീണ്ടും തിരിച്ചു വന്നു എന്നൊരു സംതൃപ്തി പുള്ളി അവിടെ തരികയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ സിനിമ മുതലായി കേട്ടോ. കാരണം നല്ലൊരു സംഭവം പുള്ളി ചെയ്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി സിനിമ കഴിഞ്ഞോ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് സംഭവങ്ങളൊന്നും ഇല്ലേ എന്ന് പറഞ്ഞിട്ട് നോക്കിയാൽ പിന്നെ സിനിമയുടെ ഒരു പോക്കുണ്ടല്ലോ.
നമ്മുടെ ഇതിൽ രുക്മിണി വസന്ത് അവർക്ക് നല്ല സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്, ജയറാമേട്ടന് നല്ല സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഋഷഭ് ഷെട്ടി ഒരു തവണ റൈസ് ആവുള്ളൂ നോക്കിയാൽ പുള്ളി അതിൻ്റെ അടുത്തൊരു പാർട്ട് അങ്ങോട്ട് എടുത്ത് വിട്ടില്ലേ. ഞാൻ തരിച്ചിരുന്നു പോയി, എന്താ ഈ പുള്ളി ചെയ്യുന്നത്. പുള്ളി ഇത് ചെയ്യുമ്പോൾ പുള്ളിയുടെ മേലെ എന്തോ ഒരു ദിവ്യശക്തി വന്നിട്ട് പുള്ളി ചെയ്യുന്ന പോലെ തന്നെയുണ്ട്. നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ ഋഷഭ് ഷെട്ടീനെ തന്നെ ശ്രദ്ധിച്ച് അങ്ങോട്ട് പോയി നോക്കൂ. ഇടവേള വരെയുള്ള ആളല്ല അതിനുശേഷം പുള്ളിയിൽ കാണുന്നത്. എന്തൊക്കെയോ ഒരു സംഭവം പുള്ളിയിൽ വന്നിട്ട് ചെയ്യുന്ന പോലെ തന്നെയുണ്ട്. അവസാനമൊക്കെ പുള്ളി കൊണ്ടുപോയിട്ട് ആകാശം മുട്ട കൊണ്ടുപോയി വെച്ചിരിക്കുക കേട്ടോ പടത്തിനെ. ഞാൻ ഈ സിനിമ കണ്ടിട്ട് ഋഷഭ് ഷെട്ടീനെ അങ്ങോട്ട് മാനിക്കുകയാണ്, ബഹുമാനിക്കുകയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ ബഹുമാനം എനിക്ക് പുള്ളിയിൽ തോന്നിയത്. കാരണം പുള്ളി ഇൻ്റർവ്യൂകളിലൊക്കെ വരുമ്പോൾ വളരെ കോമഡി പോലെ ചിരിച്ചുകൊണ്ട് അങ്ങനെ സൗമ്യനായി സംസാരിക്കുമ്പോൾ നമുക്കങ്ങനെ തോന്നില്ല ഇദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യും തോന്നില്ല. പുള്ളി സിനിമയിൽ അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ ആ സിനിമയുടെ ഫുള്ള് ഉത്തരവാദിത്വവും ആ റെസ്പോൺസിബിലിറ്റി അങ്ങനെ എടുത്ത് തൻ്റെ തലയിൽ വെച്ചിട്ട് ചെയ്യുന്നത് ഈ സിനിമയിൽ അദ്ദേഹത്തെ തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് കണ്ടിരിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങേരുടെ ആ കണ്ണിൻ്റെ പോക്ക്, നാവ് കാണിക്കുന്നത്, ആ വിറയ്ക്കുന്നത്, ആക്ഷന്, എങ്ങനെ ഇത് ചെയ്യുന്നു ഇയാൾ എനിക്കറിയില്ല. കന്നഡ ഇതിലെ സൂപ്പർ സ്റ്റാർ ഇദ്ദേഹം തന്നെ കേട്ടോ, സമ്മതിച്ചിരിക്കണു. അങ്ങനെ സിനിമ മുന്നോട്ട് പോകുമ്പോൾ പുള്ളിയുടെ റേസിംഗ് ഒക്കെ ഇങ്ങനെ കണ്ടുവരുമ്പോൾ പെട്ടെന്നുണ്ട് ബാഹുബലിത്തെ പോലത്തെ യുദ്ധവും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരുന്നു. ഞാൻ സിനിമ കഴിഞ്ഞു എന്നാണ് പുള്ളിയുടെ ആദ്യത്തെ റേസിങ്ങിൽ തന്നെ കരുതിയത് കേട്ടോ. ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ, ബാഹുബലി മോഡലിലുള്ള സംഭവങ്ങളും അതിലേക്ക് കൊണ്ടുവന്നു. പിന്നെ മായാ സംഭവങ്ങൾ കുറേ കൊണ്ടുവന്നുണ്ട്. ഇന്ന് പാലൊഴിച്ചാൽ നാളെ രാവിലെ മരിക്കുന്ന പോലത്തെ എലുമ്പുകൂട് പോലത്തെ കുറേ എണ്ണം വരുന്നുണ്ട്. അങ്ങേര് മായാരൂപൻ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ കണ്ടാൽ തന്നെ അയാളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇങ്ങനെ ഉടക്കി ഓന്ത് നടക്കുന്ന പോലെ നടക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ രൂപത്തെ പരിഹസിക്കുകയല്ല കേട്ടോ, അങ്ങനെ നമുക്ക് ഫീലാക്കുന്നത്. അങ്ങേർക്കൊക്കെ ഇതിൽ നല്ല സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലൊരു കിണറ്റിൻ്റെ പോലത്തെ ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ട്രെയിലറിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, പുള്ളി കണ്ണൊക്കെ ഒരുമാതിരി ആയിട്ട് ഒരു ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത്, അവിടെ ഒരു സംഭവം വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ തരിച്ചിരുന്നു പോയി. പുള്ളിയുടെ ആ ഒരു ഉത്തരവാദിത്വം ഹോളിവുഡ് മൂവികൾ തോറ്റുപോയി പ്രിയപ്പെട്ടവരെ. അങ്ങനത്തെ ഒരു സംഭവത്തിൽ വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങേർക്ക് ഇതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ആഡ് ചെയ്ത് നല്ല VFX, നല്ല ആക്ഷൻ, നല്ല കിടിലൻ സംഭവങ്ങൾ, കിടിലനായിട്ട് പുലിയൊക്കെ ഇതിൽ നല്ല രീതിയിൽ കുറേ വരുന്നുണ്ട്. അതുപോലെ പന്നികൾ, കാട്ടുകുരങ്ങുകളുടെ ഒരു സംഭവമുണ്ട്. അതൊക്കെ തന്നെ എല്ലാം പുള്ളി നല്ല രീതിയിൽ തന്നെ ഈ സിനിമയിൽ അവിടെ എവിടെയൊക്കെ വെക്കണോ അവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇടവേള വരെ നമ്മൾ ഇങ്ങനെ വിചാരിച്ചില്ല ഇത് എന്താവും എന്ന് തന്നെ വിചാരിച്ചു പോയി. പക്ഷേ പുള്ളി സിനിമ കഴിയുമ്പോൾ എല്ലാവരും എഴുന്നേൽക്കുമ്പോൾ മനസ്സ് നിറഞ്ഞിട്ടാണ് എഴുന്നേൽക്കുന്നത്. ആ രീതിയിൽ എടുത്തു വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇത് പോരാ. കാരണം ഋഷഭ് ഷെട്ടി ഒരു സംഭവമാണെന്ന് ഈ സിനിമയിൽ ഫസ്റ്റിനേക്കാളും ഡബിൾ മടങ്ങ് പുള്ളി തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് പോരാ, ഇതിനിയും വരണം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ദേ കാണുന്നു കാന്താര ചാപ്റ്റർ 2 പാർട്ട് 3 വരാൻ പോവുകയാണ്. എനിക്ക് സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് പാർട്ട് എടുത്തതിന് ശേഷം സെക്കൻഡ് പാർട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു തനിമ സെക്കൻഡ് പാർട്ടിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഇപ്പോൾ പുഷ്പ നോക്കുകയാണെങ്കിൽ പുഷ്പ അതിൻ്റെ ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ അതിലുള്ള ത്രില്ലിംഗ് ഒന്നും പുഷ്പ 2 ഞാൻ കണ്ടില്ല കേട്ടോ. അതിൽ സ്നേഹം, റിലേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായി കൊണ്ടുവന്നു. പക്ഷേ സിനിമ ഫസ്റ്റിൻ്റെ അത്ര ത്രില്ലിംഗ് ഉണ്ടായി. ഇത് അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ. സെക്കൻഡ് ഇടവേള കഴിഞ്ഞിട്ട് പുള്ളി ചെയ്യുന്ന കാര്യങ്ങൾക്ക് സമ്മതിച്ചിരിക്കുന്നു. ഋഷഭ് ഷെട്ടി ഒരു സംഭവം തന്നെയാണ്. ഇയാൾ സിനിമ എടുത്താൽ പോയി കാണാം എന്നുള്ള അടിവേറിട്ട് പുള്ളി ഈ സിനിമയിലൂടെ പറഞ്ഞ് തെളിയിച്ച് അഭിനയിച്ച് അങ്ങോട്ട് തിളങ്ങിയിരിക്കുകയാണ് സിനിമയിൽ. ധൈര്യമായിട്ട് ഫാമിലിയായിട്ട് പോയി ഈ സിനിമ കാണാം, എൻജോയ് ചെയ്യാം. സംതൃപ്തിയോടെ കൊടുത്ത ക്യാഷിൻ്റെ ഒരു 5 ഇരട്ടി കിട്ടി എന്നുള്ള ആ ഒരു ഫീലിംഗ് പുള്ളിയുടെ ആ റേസിങ്ങിൽ നമുക്ക് അവസാനം കാണാനാവും. നല്ലൊരു സിനിമയാണ്. ഫാമിലി ആയിട്ട് കാണാൻ പാടില്ലാത്ത സംഭവങ്ങളൊന്നും ഈ സിനിമയിലില്ല. എല്ലാവരും ഫാമിലിയായി ഈ സിനിമ പോയി കാണാൻ എൻ്റെ മനസ്സ് നിറഞ്ഞ ഉറപ്പ് തരികയാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ് ഈ സിനിമയ്ക്ക്. ഗംഭീര സിനിമ.